നമ്മുടെ ഇലക്ഷൻ്റെ മറവിൽ ഇലക്ഷൻ്റെ ചൂട് കൂടുന്നതിനിടയ്ക്ക് ഇവിടെ വലിയൊരു അട്ടിമറി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ ഈ നാട്ടിലെ എല്ലാ കാര്യത്തിനും വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണത്തിന്. യുദ്ധത്തിന്റെ പേരിലാണ് ഈ ഇലക്ഷനിടയിൽ ഇതാരും ശ്രദ്ധിക്കുന്നതുമില്ല, എല്ലാത്തിനും കൂടെയാണ് എല്ലാ ഭക്ഷണത്തിനും വില. കാരണം സിലിണ്ടർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്, സിലിണ്ടർ കിട്ടുന്നില്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? അതെ. അങ്ങനെ അടച്ചിടുന്ന ഹോട്ടലുകൾ പത്തനംതിട്ടയൊക്കെ ആണെങ്കിൽ പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ അടച്ചിട്ടു. അപ്പം കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് ഞങ്ങൾ ഈ സർവേക്ക് പോയ സമയത്ത് ഫുഡ് കിട്ടാതെ വന്നപ്പോൾ ഞാൻ ബാർ ഹോട്ടലിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവരും പറഞ്ഞു ഇതേ ഇല്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ എന്ത് പറ്റിയെന്ന് പറയും, ചായ ഇല്ല, പല സ്ഥലങ്ങളിൽ ചായ ഇല്ല, അവിടെ കാപ്പി മാത്രമേ തരൂ. പിന്നെ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് കത്തിച്ചിടാൻ ഗ്യാസ് ഇല്ല, അതുകൊണ്ട് ഓംലെറ്റ് ഇല്ല, അവർ ഉണ്ടാക്കി വെച്ച ഭക്ഷണമേ നമുക്ക് തരൂ. ഒന്നുമില്ല, അന്നേരം ഉണ്ടാക്കുന്ന പക്ഷേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് എല്ലാ കടകളിലും സ്വയം ഈ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞാനിന്ന് പറഞ്ഞ രാവിലെ ഒരു കടയിൽ നിന്ന് ഒരു ചായയും ഒരു വടയും കഴിച്ചപ്പോൾ 24 രൂപ എന്ന് പറഞ്ഞു. അതാണ് 10 രൂപയ്ക്ക് ഇപ്പോഴും ചായ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല, ഇതെങ്ങനെ ഈ വില എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? എന്ത് കാര്യത്തിന്റെ പേരിൽ ഇവർ വില വർദ്ധിപ്പിക്കുന്നത്? ഇലക്ഷൻ സമയം ചോദിക്കാനും പറഞ്ഞു ആരുമില്ല. ആ സമയം നോക്കി ഭക്ഷണത്തിനെല്ലാം ഭയങ്കരമായിട്ട് വില വർദ്ധിപ്പിക്കും. നമ്മൾ ഈ ഇതുമായിട്ട് ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈവൻ നാരങ്ങ വെള്ളത്തിന് പോലും വില വർദ്ധിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ യുദ്ധമാണ്, ഗ്യാസ് കിട്ടാനില്ല. നാരങ്ങ വെള്ളത്തിന് എന്തെന്ന് ഗ്യാസ്, അത് വേണ്ടത് സോഡയുടെ ഗ്യാസിന്റെ വിഷയമുള്ളൂ. പക്ഷേ ഈ ചായക്ക് ചില സ്ഥലങ്ങളിൽ 10 രൂപ എന്നുള്ളത് 15 രൂപ. ഇനി ചില ബുദ്ധിമാന്മാരുണ്ട്, അവരെന്ത് ചെയ്യുന്നറിയോ, ഈ ചായക്ക് വില കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ കാപ്പിയാണ് കൊടുക്കുന്നത്. പക്ഷേ ആ കാപ്പിക്ക് അവർ 20 രൂപ മേടിക്കും, ബ്രൂ ഇട്ട് കൊടുക്കും, അത് ഇട്ട് കൊടുക്കും. അപ്പൊ എന്തായി, 20 രൂപയായി ബ്രൂവിന്. സാധാ ചായക്കടയിൽ പോലും 20 രൂപ ബ്രൂ കാപ്പിക്ക്. അപ്പൊ അവരുടെ ഇതെന്താ, ബ്രൂ കാപ്പി ആയതുകൊണ്ട് അത് പറഞ്ഞിരിക്കും ഞങ്ങൾക്ക് ഇവിടെ ചായ ഇല്ലാതെ. ഞങ്ങൾ ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ കയറിയ കടകളിലൊക്കെ നമ്മൾ ഇത് ശ്രദ്ധിച്ചതാണ്. പക്ഷേ നമുക്കറിയാം, ഗാർഹിക ഗ്യാസ് സിലിണ്ടറിന് യാതൊരു ക്ഷാമവും നിലവിലില്ല. ഉണ്ടാക്കിയതും പെരുപ്പിച്ചതുമായിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കൂടിയുള്ള ചില അന്ധമായ BJP വിരോധത്തിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സഹായം കൊടുത്തു, നമ്മളിവിടുത്തെ ഗ്യാസും ഇന്ധനം എല്ലാം കൊടുത്തു. വാണിജ്യ സിലിണ്ടറുകൾക്ക് നിയന്ത്രണം ഉണ്ടെന്നുള്ളത് സത്യമാണ്, വിലക്കില്ല. പക്ഷെ ഒരു കാര്യം കൂടെ, മിക്ക കടകളിലും ഞങ്ങൾ കയറിയത് ഡൊമസ്റ്റിക് സിലിണ്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഗാർഹിക സിലിണ്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, മിക്ക കടകളിലും. അത് പക്ഷേ ഇപ്പൊ എല്ലാവരും കണ്ണടയ്ക്കും. ഇപ്പൊ ഈ പരിശോധനയില്ല. ഒന്നാമത്തെ കാര്യം അവർക്കറിയാവുന്ന ഒന്ന്, സർക്കാർ ഈ ഇലക്ഷൻ നടക്കുന്ന കാരണം ഈ സിവിൽ സപ്ലൈസ് അടക്കമുള്ള സിവിൽ സപ്ലൈസുകാരാണ് ഇത് പരിശോധിക്കേണ്ടത്. സിവിൽ സപ്ലൈസ് അടക്കം, ലീഗൽ മെട്രോളജി, സിവിൽ സപ്ലൈസ്, ഇവരടക്കമുള്ളവർ ഈ ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ്. മിക്ക കടകളിലും ഇവർ ഡൊമസ്റ്റിക് സിലിണ്ടറാണ് അവർ ഉപയോഗിക്കുന്നത്. അതെനിക്ക് മറ്റു വീടുകളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുന്നതായിരിക്കും. അല്ലാതെ ഈ പറയുന്ന ഗ്യാസ് കിട്ടുന്ന സിലിണ്ടറും ഉണ്ട്, പിന്നെ പാചകവാതക സിലിണ്ടർ കിട്ടുന്നിടവും ഉണ്ട്. പക്ഷെ എന്തിന്റെ പേരിലാണെങ്കിലും ഈ ഭക്ഷണത്തിന് വില വർദ്ധിപ്പിച്ചതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അത് രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നത്. മാത്രമല്ല, ഈ നമുക്ക് നമ്മുടെ നാട്ടിലെ രീതി അറിയാലോ, ഏതെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യം വന്ന് ഭക്ഷണത്തിന് വില കൂട്ടിയാൽ നാളെ ഏത് സാധനത്തിനാണോ വില കൂടിയത് അത് വില കുറച്ചാൽ ഇവർ ഹോട്ടൽ കുറയ്ക്കല. ഈ തക്കം നോക്കി 12 രൂപ 14 രൂപ ചായക്കാക്കിയ ആൾക്കാർ പാലിന് വില കൂടിയിട്ടില്ല, ഗ്യാസിന് വില കൂടിയിട്ടില്ല. ഗ്യാസിന് വില കൂടിയിട്ട് ഉണ്ടെങ്കിൽ പോലും ഗാർഹിക സിലിണ്ടറിന് 50 രൂപ എങ്ങാണ്ട് താഴെ കൂട്ടുള്ളൂ. മറ്റേ സിലിണ്ടറിന് എല്ലാ മാസവും വില കൂടുന്നതാണ്, വാണിജ്യ സിലിണ്ടറിന് എല്ലാ മാസവും വില കൂടുന്നതാണ്. ഇപ്പൊ എന്തൊക്കെയാണ്, പാലിന് വില കൂടിയിട്ടില്ല, പഞ്ചസാരയ്ക്ക് വില കൂടിയിട്ടില്ല, തേയിലയ്ക്ക് വില കൂടിയിട്ടില്ല, കാപ്പിപ്പൊടിക്ക് വില കൂടിയിട്ടില്ല, പിന്നെ അരി ഉഴുന്ന് ഇതിനൊന്നും വില കൂടിയിട്ടില്ല, പൊറോട്ടയുടെ മാവിന് വില കൂടിയിട്ടില്ല. പിന്നെ എങ്ങനെ ജീവനക്കാർക്ക് ആർക്കും കൂലിയും കൂട്ടിയിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ഇവർ ഇത് കൊള്ളയല്ലേ? സത്യം പറഞ്ഞാലേ നമ്മുടെ സർക്കാർ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇലക്ഷനോട്ടേക്കൊന്നും പോകുന്നവരൊന്നുമല്ല, അല്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ജനങ്ങളുടെ പ്രശ്നമാണിത്, ജനങ്ങൾ നേരിടുന്നൊരു പ്രതിസന്ധിയാണിത്. നമ്മൾ രാഷ്ട്രീയക്കാർ ഘോര ഓരോ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ നിങ്ങൾ എങ്ങനെയെന്ന് പറയുമ്പോൾ ഇക്കാര്യം നമ്മളെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒന്നും പറയുന്നില്ല. എല്ലാവരും പാവപ്പെട്ടവന് വേണ്ടി എന്നാണ് അനൗൺസ്മെന്റ് പൊയ്ക്കൊണ്ട്, പാവപ്പെട്ടവൻ്റെ ആളെന്നാണ്. ഈ പാവപ്പെട്ടവന് വേണ്ടിയാണ് ഇതൊക്കെ. കാശുള്ള വേറെ മാനേജ് ചെയ്തോളും, കാശില്ലാത്തവൻ എന്ത് ചെയ്യും? ഈ പ്രീമിയം പെട്രോളിനും ഡീസലിനും വില കൂട്ടി, സത്യമാണ് അത്. കാരണം അത് റഷ്യൻ പെട്രോളാണ്, നയാര എന്ന് പറയുന്ന കമ്പനിക്ക് അത് വരുന്നത്. അപ്പോൾ അവരുടെ കമ്പനിയിൽ എപ്പോഴും പ്രീമിയം പെട്രോളേ ഉള്ളായിരുന്നു. അവർ പ്രീമിയം പെട്രോൾ സാധാ പെട്രോളിന്റെ വിലയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ പെട്രോളിന്, പ്രീമിയം പെട്രോളിന് വില കൂട്ടിയപ്പോൾ ആദ്യം മറ്റു കമ്പനികൾ കൂട്ടിക്കഴിഞ്ഞാൽ 5 രൂപ 35 പൈസ കൂട്ടിക്കഴിഞ്ഞിട്ടും പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ നയാര എന്ന് പറയുന്ന കമ്പനി കൂട്ടുന്നത്. കാരണം അവരുടെ കൈ ഈ പ്രീമിയം പെട്രോളും ഡീസലും മാത്രമേ ഉള്ളൂ. അവർ രണ്ടിനും വില കൂട്ടി. അപ്പോഴത്തേക്ക് അയ്യോ ഇവിടെ ഭയങ്കര പെട്രോൾ വില കൂടി, എന്താണെന്ന്
നമ്മുടെ ജനങ്ങൾക്ക് അല്ലെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് അത്യാവശ്യം ഈ ബേസിക് നോളജ് എന്ന് പറഞ്ഞ സാധനം, അടിസ്ഥാന ധാരണ എന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പോൾ അത് കാരണം ഇവർ പറയുന്നത് നയാര വില കൂട്ടി. നയാരയിൽ പമ്പിൽ പ്രീമിയം പെട്രോൾ, റഷ്യൻ പെട്രോളാണ് അവിടെ വരുന്നത്. അതെ, അതാണ് അത് വില കൂട്ടാനുള്ള കാരണം. ഇപ്പോഴും നമുക്ക് വേണ്ട, നിങ്ങൾ നയാരായി പോയി അടിക്കേണ്ടതേ. ഇവിടെ 106 രൂപയ്ക്ക് ഇപ്പോഴും മറ്റേ ഇന്ത്യൻ ഓയിലും HP-യിലും എല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയി അടിച്ചോളൂ. അത് ഈ നയാര എന്ന് പറയുന്ന പമ്പും കുറവാണ്, അത് ഓക്കെ. പക്ഷേ ഇതെല്ലാം ഇതിന്റെ ഭാഗമാക്കി മാറ്റി, ഒരു പ്രോപ്പഗൻഡയുടെ ഭാഗമാക്കി മാറ്റി, ഇതിനിടയ്ക്ക് മുതലെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ. വിറകടുപ്പിൽ അടിക്കുന്നവൻ വരെ ചായക്ക് വില കൂട്ടിയത്. അതാണ് പരിപാടി. അപ്പൊ ഇപ്പം നമ്മളിപ്പോ ഒരു കടയിലോട്ട് ചെന്ന് ഭക്ഷണം കഴിച്ചാൽ നേരത്തെ 100 രൂപയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ചുരുങ്ങിയ 110 രൂപ, 120 രൂപ വരെ വില വർധന ഉണ്ടാകുന്നുണ്ട്. ഒരു സാധനം ഇപ്പം നമ്മളിനി അവസാനം പഴങ്ങളും പച്ചക്കറിയൊക്കെ പച്ചക്ക് തിന്നേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഞങ്ങൾ ആറ്റിങ്ങൽ ഒരു സാധാരണ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ഊണിന് വെറും 160 രൂപയാണ്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല. ഞങ്ങൾക്കും പറ്റി. ഞങ്ങൾ കോഴഞ്ചേരിയിൽ ഇതുപോലെ വേറെ എങ്ങും കിട്ടാന്ന് വന്നപ്പോൾ ഒരു ബാർ ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. ഒരു ഊണിന് 200 രൂപ. ഞാൻ നോക്കും 4 കറി. അത്രേ ഉള്ളൂ, 4 കറിയേ ഉള്ളൂ. 4 കറിയേ ഉള്ളൂ. നമ്മൾ കയറിപ്പോയ ഒരു മീൻ കറിയുണ്ട്, കയറിപ്പോയല്ലോ അതായി പോയി. അവസാനം ഈ ബില്ല് കണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോയി. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് ഇടുക്കിയിൽ നിന്നൊക്കെ കഴിച്ചു കേട്ടോ. ചുരുങ്ങിയ പൈസയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പക്ഷെ നമ്മളിത് ശ്രദ്ധിച്ച ഒരു കാര്യം, മിക്കയിടത്തും ഈ ചായയുടെ വില കൂട്ടി. ചായ എന്ന് പറയുന്നത് ഈ കേരളത്തിലുടനീളമുള്ള ജനങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. നമ്മൾ ഇച്ചിരി നേരം നമ്മൾ മുരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു ഒരു ചായ കുടിച്ചാൽ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഓഫീസിലോട്ട് ചായ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊരു ഉന്മേഷം എന്ന് പറഞ്ഞ പോലെ. അപ്പം ഈ മലയാളിയുടെ ഉന്മേഷത്തെ മുതലെടുത്ത് മലയാളിയെ കൊള്ളയടിക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അധികൃതർ ഇടപെട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിലും ഇക്കാര്യത്തിൽ സർക്കാരിന് നിർദ്ദേശം കൊടുക്കണം. അത് സർക്കാർ ഇവിടെ ഉണ്ടല്ലോ. അതിൽ പിണറായി സർക്കാരിനെ ഭരിച്ചൊന്നും വിട്ടിട്ടില്ല. മന്ത്രിമാരൊക്കെ ഉണ്ട്, അവർ സ്ഥാനാർത്ഥികളായിരിക്കാം. പക്ഷേ ഈ വകുപ്പ് ഇപ്പോഴും അവരെ തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് എന്തുകൊണ്ട് അവർ ഇക്കാര്യം ശ്രദ്ധിക്കുന്നില്ല? അവർ ബാക്കി ജനങ്ങൾക്ക് ഞങ്ങൾ അധികാരി ഇതുവരെന്ന് പറയുമ്പോഴേ ജനങ്ങൾ ഇവിടെ ഈ യുദ്ധത്തിന്റെ മറവിൽ ഈ കൊള്ള നടത്തുമ്പോൾ അവർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ള സ്വാഭാവിക ചോദ്യമാണത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഗ്യാസ് സിലിണ്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ കടയടച്ചിടുക. ഉള്ള ഗ്യാസ് സിലിണ്ടർ നിങ്ങൾ ചായ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിലവിലുള്ള വിലയ്ക്ക് തന്നെ കൊടുക്കണം. കാരണം ഗ്യാസ് സിലിണ്ടർ കിട്ടാനില്ല. കിട്ടുമ്പം കൂടിയ വില കൊടുക്കും. ഇപ്പം അല്ലെ കരിഞ്ചന്തയിൽ നിന്ന് ഇവർ ഗ്യാസ് എടുത്ത് കാണും. അതായിരിക്കും സംഭവിക്കുക. അതിന് പക്ഷേ പാവപ്പെട്ട ജനങ്ങളല്ലല്ലോ. ഇപ്പം പത്തനംതിട്ടയിലെ ഏറ്റവും ഫേമസ് ഒരു ഹോട്ടലുണ്ട്. ഞാനത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ അവരെ ഫോൺ ചെയ്തു, ഫുഡിൻ്റെ കാര്യം അറിയാനെ കൊണ്ട് നേരത്തെ വിളിച്ചപ്പോൾ ഞങ്ങൾ ഡെയിലി 9 സിലിണ്ടറാണ് ഇത് ഓടാൻ വേണ്ടതെന്ന് അതിൻ്റെ നടത്തിയിരിക്കുന്ന ബാബു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്താണ്. അത് സാറേ എനിക്ക് ഇത്രയും സിലിണ്ടറാണ് വേണ്ടത്. ഞങ്ങളുടെ ഈ 2-3 സിലിണ്ടർ വെച്ച് ഞങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരേ സമയം 9 സിലിണ്ടർ ഓപ്പൺ ആക്കിയെങ്കിൽ ഇത്രയും കിച്ചൺ പ്രവർത്തിക്കുന്നു. ആ 9 സിലിണ്ടർ എപ്പോൾ കിട്ടുന്നു അപ്പോൾ ഞങ്ങൾ, പക്ഷേ ഇതുവരെ അവർക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. മര്യാദ അതാണ് അവർക്ക്. പക്ഷേ അവർ ഇതില്ലാത്ത സമയത്തും അവരുടെ നിലവിലുള്ള ഭക്ഷണത്തിൻ്റെ ചാർജൊന്നും അവരാരും വർദ്ധിപ്പിച്ചിട്ടില്ല. ഈ ചെറിയ, പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, വിറകടുപ്പുള്ളവർ വരെ ഈ ചായക്ക് വില കൂട്ടിക്കൊണ്ട് മനുഷ്യരെ ഭയങ്കര ഒരു ദുരിതത്തിലേക്ക്. അങ്ങനെയാണ് ഈ മുതലെടുപ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മളെ പോയിട്ട് കേട്ടോ. ഒരു അവസരം കിട്ടിയാലേ ആ മുതലെടുക്കുക എന്നുള്ളതാണ്. നമ്മളാണ് പല കുറ്റകൃത്യങ്ങളുടെയൊക്കെ വേറൊരു പതിപ്പ് തന്നെയാണ് ഇത്. അവസരം കിട്ടിയാൽ മുതലെടുക്കുക, മനുഷ്യൻ്റെ ഗതികേടിനെ മുതലെടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അവർക്ക് ഇപ്പോൾ ഇന്ധനം കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞാണ് ഈ വ്യക്തികൾ മുഴുവൻ കാണിക്കുന്നത്. എന്തായാലും സർക്കാർ കാവൽ സർക്കാരാണെങ്കിലും അല്ലെങ്കിലും, കാവൽ സർക്കാരങ്ങ് പോട്ടെ, ഇവിടെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരാരും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാണെങ്കിൽ പോലും ഇത് നിയന്ത്രിക്കേണ്ട ഒരു അത്യാവശ്യമാണ്. ഈ ഓരോരുത്തരും സ്വയം പ്രഖ്യാപിച്ച് സ്വന്തം ഹോട്ടലുകളിൽ വില കൂട്ടുകയാണ്. ആ വില കൂട്ടിയ വില ഇനി അത് കൂടി തന്നെ നിൽക്കും. അത് കുറയാനുള്ള യാതൊരു സാധ്യതയില്ല. അത് ഈ തരുണത്തിൽ ഇടപെടുക എന്നുള്ളതാണ് ഈ പറയുന്ന ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം.